കൈവെള്ളയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കിളിയെ പോലെയാണ് പാരന്റിങ്. കൈയെങ്ങാനും മുറുക്കി അടച്ചാൽ കിളിക്കുഞ്ഞ് ചത്തുപോകും. എന്നാൽ കൈയൊന്ന് അയച്ചു കൊടുത്താൽ അത് പാറിപ്പോകും. ഒരു മിതത്തിലാണ് കൈവെള്ളയിൽ കിളിക്കുഞ്ഞിനെ പിടിക്കേണ്ടത്. അതുപോലെയാണ് നമ്മളും. വല്ലാതെ അങ്ങ് ലൂസാക്കാനും പാടില്ല, എന്നാൽ ടൈറ്റായി മുറുക്കി പിടിക്കാനും പാടില്ല. മക്കളെ വളർത്തുക എന്നത് അപാരമായ കഴിവും അപാരമായ ക്ഷമയും ശ്രദ്ധയും ഒക്കെ വേണ്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാരന്റിങ്ങിൽ നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. പല പാരൻസും പറയാറുണ്ട്, പഠിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണ്ട. ഇങ്ങനൊരു സമീപനമുണ്ട്. പഠിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ കുട്ടികളെ വളർത്തുന്ന ഒരു രീതി. കുട്ടികളിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാരൻസിൽ കാണുന്ന ഒരു പ്രവണതയാണിത്. സ്കൂളിലെ തന്നെ ഒരു ആക്ടിവിറ്റീസിലും നീ പങ്കെടുക്കേണ്ടതില്ല, പഠിച്ചാൽ മാത്രം മതി എന്ന രീതിയിൽ കുട്ടികളെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതിരിക്കുക. വീട്ടിലൊരു ജോലിയും ചെയ്ത് ശീലിപ്പിക്കില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള സ്പോർട്സ്, ആർട്സ്, കുക്കിങ്, ഗ്രാഫ്റ്റിങ്, മറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ഒന്നും അവരെ ചെയ്യാൻ സമ്മതിക്കാതെ അവരുടെ ചെറിയ ചെറിയ കഴിവുകളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പഠനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ജീവിതത്തിൽ പഠിച്ചാൽ മാത്രം മതി എന്ന ധാരണ വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾ ആ കുട്ടിയുടെ ഒരുപാട് കഴിവുകളെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ ഒരു മെൻ്റൽ സ്ട്രെസ്സിലേക്കാണ് ഇത് നയിക്കുക. മാനസിക ഉല്ലാസം എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവരുടെ അവകാശമാണ്. പഠനം മാത്രമല്ല, മറ്റ് സോഷ്യൽ സ്കില്ലുകളും കുട്ടികൾ വളർച്ചയോടൊപ്പം പഠിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അടുത്തൊരു കാര്യമാണ് നമ്മൾ ഈ തെറ്റിങ്ങനെ ഊന്നി ഊന്നി പറയുക എന്നുള്ളത്. അതായത് കുട്ടിക്ക് ഒരിക്കൽ പറ്റിയ തെറ്റ് പറഞ്ഞ് തിരുത്തി കൊടുക്കുക. പിന്നീട് അനാവശ്യമായിട്ട് എല്ലാ സന്ദർഭങ്ങളും അതിനെങ്ങനെ എടുത്തെടുത്ത് പറയാതിരിക്കുക. തെറ്റ് പറ്റുക എന്നത് മനുഷ്യ സഹജമായ കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർ തെറ്റുകൾ വരുത്തും. കാരണം അവർ കുട്ടികളാണ്. അതിന് ശരിയായ ഇടപെടലുകൾ നടത്തി അത് തിരുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ആ വിഷയം കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിയെ കുത്തി നോവിക്കരുത്. കുട്ടി മുമ്പൊരിക്കൽ ചെയ്ത തെറ്റിനെ ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി കുത്തിക്കൊണ്ടിരുന്നാൽ തിരുത്താനുള്ള അവസരമാണ് നമ്മൾ അതുവഴി നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഓർക്കണം. തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത് തിരുത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക, ശേഷം അതവിടെ മറന്നു കളയുക. ഒരിക്കൽ പറ്റിയ തെറ്റ് വീണ്ടും 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 വിളിച്ചു പറയുന്നത് ആ കുട്ടിയെ അപമാനിക്കലാണ്. അത് അവൻ്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമാണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാതിരിക്കുക. പ്രത്യേകിച്ച് അവൻ പഠിക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, ഭയങ്കര വികൃതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. അതായത് അവരെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കരുത്. കുട്ടികൾക്കും ആത്മാഭിമാനമുണ്ട്. അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അവരെ വേദനിപ്പിക്കും. അവരുടെ കുറവുകളെ നികത്തി കൊടുക്കേണ്ടവരാണ് നമ്മൾ, അല്ലാതെ അവരെ പരിഹസിക്കേണ്ടവരല്ല. ചില രക്ഷിതാക്കൾക്കെങ്കിലും അങ്ങനെ ഒരു മുൻധാരണയുണ്ട്. എൻ്റെ മക്കളല്ലേ, അവരെ എനിക്ക് എന്തു വേണമെങ്കിലും പറയാം. നമ്മുടെ മക്കളാണെങ്കിലും അവരും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ്. അവരുടെ അന്തസ്സിനെ നമ്മൾ മാനിക്കണം. ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ, യുവർ ചിൽഡ്രൻ ഇസ് നോട്ട് യുവർ ചിൽഡ്രൻ. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളല്ല, അത് നമ്മളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയുമല്ല. നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നവർ മാത്രമാണവർ. അവർ ഓരോ വ്യക്തികളാണ്. ആ പരിഗണന അവർക്ക് നമ്മൾ കൊടുത്തേ തീരൂ. അടുത്തൊരു തെറ്റായ കാര്യം നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ഡ്രീം അച്ചീവേഴ്സ് അല്ല നമ്മുടെ മക്കൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവാൻ പറ്റാതെ പോയതിൻ്റെ നിരാശ തീർക്കേണ്ടത് മക്കളെ അത് ആക്കിയെടുത്തുകൊണ്ടാവരുത് ഒരിക്കലും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മക്കളിലൂടെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആവാനുള്ള ആഗ്രഹം പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതിൽ ആ സ്വപ്നം തൻ്റെ മകനിലൂടെയോ മകളിലൂടെയോ നടത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. കുട്ടിയെ അതിനു വേണ്ടിയിട്ട് മോൾഡ് ചെയ്തെടുക്കാതിരിക്കുക. അത് ശരിയായ രീതിയല്ല.
കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അവരുടെ കരിയർ തീരുമാനിക്കേണ്ടത്. കുട്ടികൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളാവരുത്. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, അതിന് വില കൊടുക്കുക. MBBS പഠനം കഴിഞ്ഞ് പിന്നീട് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിയെ എനിക്കറിയാം. MBBS വീട്ടുകാരുടെ ആവശ്യമായിരുന്നു, എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ പാഷൻ സിനിമയായിരുന്നു. ഇതുപോലെ ആവരുത് ഒരിക്കലും. അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അവരെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാം, പക്ഷെ ആ സ്വപ്നങ്ങൾ അവർക്കും കൂടി അംഗീകരിക്കാൻ പറ്റുന്നതാവണം, ഉൾക്കൊള്ളാൻ പറ്റുന്നതാവണം. അവരുടെ കാര്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം ആ ജീവിതം ജീവിക്കേണ്ടത് അവരാണ്. അടുത്തൊരു കാര്യമാണ് ആരാധന കാര്യങ്ങളിലെ കർശനമായ നിബന്ധന. ആരാധന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കുട്ടികളെ ചെറുപ്രായത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാവണം അവർ നമസ്കാരവും മറ്റു ആരാധന രീതികളും ശീലിക്കാൻ. നിർബന്ധ ബുദ്ധിയോടെ അനുസരിപ്പിക്കുന്നത് അത്ര എഫക്റ്റീവായ ഒരു രീതിയല്ല. അവർ അതെന്തിനാണെന്നും ആരാധനയുടെ പ്രാധാന്യം എന്താണെന്നും എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യണം എന്നവരെ ബോധ്യപ്പെടുത്തണം. അത് പഠനമായാലും ആരാധന കർമ്മങ്ങളായാലും. അല്ലാതെ സുബഹി നമസ്കരിക്കാനായി എഴുന്നേൽക്കാത്ത 6 വയസ്സുള്ള കുഞ്ഞിനെ അടിച്ചെഴുന്നേൽപ്പിക്കുന്ന രീതി ഒരു തെറ്റായ സമീപനമാണ്. മക്കൾക്ക് മതത്തെ പ്രിയങ്കരമാക്കി കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആരാധനകൾ അവർ ഇഷ്ടത്തോടെ ചെയ്യണം, അല്ലാതെ അവരെ പേടിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന രീതി ശരിയല്ല. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ആരാധനാ കർമ്മങ്ങൾ അവരെ ശീലിപ്പിക്കുന്നത് കുട്ടികളിൽ മതത്തോടുള്ള വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കാനേ കാരണമാകൂ. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടിയായ ഹസനെയും കയ്യിലെടുത്തുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വന്നു. നമസ്കാരത്തിനിടയിൽ സുജൂദിൽ പോയ റസൂൽ ഏറെ നേരം കഴിഞ്ഞിട്ടും സുജൂദിൽ നിന്നും തലയുയർത്തില്ല. കുറേ നേരത്തിന് ശേഷമാണ് എണീറ്റത്. സ്വാഭാവികമായും നമസ്കാരം കഴിഞ്ഞ ഉടനെ സ്വഹാബികൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത് റസൂലെ? എന്താണ് അങ്ങ് ദീർഘനേരം സുജൂദിൽ ചെലവഴിച്ചല്ലോ? വഹീ വല്ലതും ഇറങ്ങിയോ? അത് കേട്ട് റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, വഹിയല്ല, ഹസനാണ് ഇറങ്ങിയത്. റസൂൽ സുജൂദിൽ ഇരിക്കുമ്പോൾ ഹസൻ മുതുകിൽ കയറിയിരിക്കുകയായിരുന്നു. കുഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് വരെ റസൂൽ ക്ഷമയോടെ സുജൂദിൽ കിടന്നു. നമസ്കാരം പോലെ ഇത്ര ഗൗരവമായ സന്ദർഭങ്ങളിലും ഇടങ്ങളിലും കുഞ്ഞുങ്ങളോടെ ഒട്ടും വേദനിപ്പിക്കാതെ നോവിക്കാതെ അവരുടെ വികൃതികളിലും കുസൃതികളിലും അവരോടൊപ്പം അലിഞ്ഞു ചേരുന്ന റസൂൽ കുട്ടികളോട് എങ്ങനെയാണ് സഹവർത്തിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പഠിപ്പിച്ചു, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല.